ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടാം. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ലൈഫ് ഉണ്ട്. സൂചിക്കാൻ അറിയാവുന്ന ലൈഫാണ്. പിന്നെ ഇതിനകത്ത് ഈ കുത്തിപ്പൊക്കേണ്ട കാര്യമല്ലേ ഇവർക്ക്? എനിക്കറിയത്തില്ല. സി സാറ് വിളിപ്പിച്ചു. ഞാനും അകത്ത് കയറി. രേണുവിന്റെ അച്ഛനും അകത്ത് കയറി. രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ഇരുന്നില്ല. ഓക്കെ. എന്നിട്ട് രേണുവിന്റെ അച്ഛൻ ഘോര എന്തൊക്കെയോ പറയുന്നുണ്ട്. 2 ദിവസം മുന്നേ നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധി അതുൽ ബ്ലോഗ്സിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പുള്ളിക്കാരത്തിയെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലായിരുന്നു ആ ഒരു കംപ്ലൈന്റ് കൊടുത്തത്. ആ ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അതുൽ ബ്ലോഗ്സ് കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്ന സമയത്ത് അവിടെ രേണു വന്നിട്ടില്ലായിരുന്നു. രേണുവിന് പകരം വന്നത് രേണുവിന്റെ അച്ഛനായിരുന്നു. അതിനെ സംബന്ധിച്ച് പോലീസുകാർ അതിന്റെ ഫോണൊക്കെ മേടിച്ച് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പോലീസുകാർക്ക് തന്നെ മനസ്സിലായി ഇതിനകത്ത് കേസെടുക്കാനുള്ള യാതൊരു വകുപ്പും ഇല്ല എന്ന്. അതായത് ഒഫൻസീവ് ആയിട്ടുള്ള ഒന്നും അവന്റെ വാവുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ രേണുവിന്റെ അംഗം ഫ്രണ്ട്സിനോടാണ് പറയുന്നത് നമ്മൾ അസഭ്യമായിട്ടുള്ള ഒന്നും ഇവിടെ പറയുന്നില്ല. നഗ്നത പ്രദർശിപ്പിക്കുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ IT ആക്ട് പ്രകാരം നമ്മുടെ പേരിൽ കേസെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതുകൊണ്ട് കോടതിയിൽ പോകാനേ പോലീസുകാർ പറയത്തുള്ളൂ. ഇപ്പൊ രേണുവിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ചു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി റിലേറ്റ് ചെയ്തിട്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വാ. ഞങ്ങളെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടാം. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ എത്ര വലിയ ആളാണെന്ന് ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. ഈ വീഡിയോക്കകത്ത് രേണു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് പോലീസുകാർ ദേഷ്യപ്പെട്ടു എന്ന്. നിങ്ങൾ തന്നെ പറ, സ്ത്രീകൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു പോലീസുകാർ അവരുടെ അടുത്ത് ചൂടാകുമോ? അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ? അല്ലെങ്കിൽ ഇറങ്ങി പോകുന്നതെല്ലാം പറയുമോ? അങ്ങനെയൊന്നും എന്റെ അറിവിലില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ സ്ത്രീകൾ കേസ് കൊടുക്കുമ്പോഴാണ് അതിന് മുൻഗണനയുള്ളത്. ഇപ്പൊ കള്ളായാലും സത്യമായാലും സ്ത്രീകളോട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ എന്തായാലും അതിന് അഗേൻസ്റ്റ് ആയിട്ട് എന്തായാലും കേസെടുക്കും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ രേണു സുധി അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്കും രേണുവിന്റെ അടുത്ത് ചൂടാകും എന്ന് പറയുന്നത് പച്ചക്കള്ളം തന്നെയല്ലേ? ഒരു കാരണം വെച്ചാൽ നമുക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പരാതിയായിട്ട് വരുന്ന ഒരാളോട് പോലീസുകാർ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ വീഡിയോക്കകത്ത് ഒഫൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതിന്റെ പേരിലാണ് അവന്റെ പേരിൽ കേസ് എടുക്കാത്തത്. അതിന്റെ പേരിൽ മീഡിയക്കാരുടെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് പോലീസുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനു കിട്ടാനാണ്? ബാക്കി കൂടെ കാണാം. കണ്ടോ? അത് തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ അതുപോലെ ഞങ്ങളെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളടുത്ത് ദേഷ്യപ്പെടാം. ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിഗണന ഭയങ്കരമായിട്ട് ഞങ്ങളടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്. സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ എത്ര വലിയ ആളാണെന്ന് ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ ടെൻഷൻ അങ്ങനെ എല്ലാം കാണും. അത് തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അനിയത്തിയും ചേട്ടത്തിയും കൂടെ വന്നിരുന്നിട്ട് പോലീസുകാരെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ എന്താണ് നേടാൻ പോകുന്നത്? നിങ്ങൾ ഈ ഒരു കേസുമായിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഒരു അഡ്വക്കേറ്റിന്റെ അടുക്ക കാണിച്ച സമയത്ത് അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിലൊക്കെ കേസ് എടുക്കാൻ പറ്റുമെന്ന്. അത് പറഞ്ഞതിന്റെ വളരെ വ്യക്തമായതിന്റെ പേരിലാണ് കേസ് കൊടുക്കാൻ പോയതെന്ന്. ഒന്നില്ലെങ്കിൽ ആ അഡ്വക്കേറ്റ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ്, ഒന്നില്ലെങ്കിൽ പറ്റിച്ചാണ്. എന്റെ അറിവിൽ ഒരു അഡ്വക്കേറ്റുമാരും ഇങ്ങനെയൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കത്തില്ല. ഒഫൻസീവായിട്ട് ഒരു കാര്യമില്ലാത്തതിന്റെ പേരിൽ IT ആക്ട് പ്രകാരം എങ്ങനെയാണ് കേസെടുക്കുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ മീഡിയക്കാരുടെ മുന്നിലൊക്കെ വന്നിരുന്നിട്ട് പോലീസുകാരെ കുറ്റം പറയുന്നത്? നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്, പ്രത്യേകിച്ച് കേസ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലീസുകാർ ഇങ്ങനെയൊക്കെ പെരുമാറുമോ? ഇവരായിട്ട് തന്നെ അഡ്വക്കേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടോ? വക്കീൽ ഈ പറഞ്ഞ പോലെ ഈ കേസ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിന് സാധ്യത ഉണ്ടോ വക്കീൽ പറഞ്ഞു? സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ബാക്കി കാര്യം തീരുമാനിക്കാതാണ് പറഞ്ഞത്. അങ്ങനെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ അഡ്വക്കേറ്റുമായിട്ട് വരണമായിരുന്നു. അത് മാത്രമല്ല ഈ അതിനെ വിളിച്ച സമയത്ത് രേണു വന്നില്ല, രേണുവിന്റെ അച്ഛനെ പറഞ്ഞു വിട്ടേക്കുന്നത്. അതെന്തുകൊണ്ടാ? രേണുവിനെ വിളിച്ച സമയത്ത് രേണു ഷൂട്ടിങ്ങിനാണോ എവിടെയും കണ്ടായിട്ടാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അച്ഛനെയാണ് വിട്ടത്. അന്ന് തന്നെ പോലീസുകാർ ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അച്ഛന്റെ അടുക്ക പറഞ്ഞു കൊടുത്തിട്ടില്ലേ?
പിന്നെ വന്നിരുന്നിട്ട് മീഡിയക്കാരുടെ മുന്നിൽ വന്നിരുന്ന് മോങ്ങിയിട്ടൊന്നും യാതൊരുവിധ പ്രയോജനവും ഇല്ല. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കണ്ടിട്ട് വരാം. വന്നു. ഇവിടെ അത് തീർക്കാൻ പറ്റത്തില്ല, കോടതി തീർക്കാണ് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വേണ്ട ഒരു നീതി കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഞങ്ങളെ ചാടിച്ചു വിടുവായിരുന്നു. രണ്ട് പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങളെ ദേഷ്യപ്പെട്ട് ചാടിച്ചു വിടുവായിരുന്നു. എന്ത് അക്രമവും നടത്താൻ എന്ത് വേണ്ടി ശ്രമിക്കാം. കാരണം ഞാനൊന്നും ഒന്നും പോകുന്ന വ്യക്തിയല്ല. എന്റെ ഫോട്ടോ അതിനകത്ത് വൾഗറില്ലെന്ന് ഇവിടുത്തെ സാർ ചെയ്ത ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ് അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേക്കുക. എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, അതിന് മെസ്സേജ് അയച്ചിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിനകത്ത് മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് തീർത്തു പറയുകയാണ്. അതിനത് വ്യാജമായിട്ട് പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ വന്ന് ഇന്ന് സംസാരിക്കുന്നത്. അവര് പിന്നെ കോടതിയിലോട്ടോ മറ്റോ ഇങ്ങോട്ടൊക്കെ പോകുമെന്ന് പറയുന്നു. അവരെങ്ങോട്ടെങ്കിലൊക്കെ പോട്ടെ. ഇനി ഇതൊന്നുമല്ല, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ അതും കൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. നിങ്ങളൊന്ന് അതും കൂടെ കണ്ടു. നാളെ തന്നെ കാണിച്ചാ ഞമ്മ ഓക്കെ. സി സാറ് വിളിപ്പിച്ചു. ഞാനും അകത്ത് കയറി, രേണുവിന്റെ അച്ഛനും അകത്ത് കയറി. രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നു, ഞാൻ അവിടെ ഇരുന്നില്ല. ഓക്കെ. എന്നിട്ട് രേണുവിന്റെ അച്ഛൻ ഘോര എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്താണ് എന്റെ ഭാഗം ക്ലിയർ ചെയ്ത്, കോടികൾ തട്ടിപ്പ് നടത്തിയ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്ന കേസും അതുപോലെ തന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി, ഹിന്ദുവായിരുന്ന വ്യക്തിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം വ്യാജ ബിഷപ്പ് അടക്കം ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ എനിക്ക് പറയാനുള്ള സൈഡ്, ഞാൻ ഇവരെ ആരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഇവരാരെയും മോശമായിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞപ്പോ രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് അതിന് തനിക്കെന്താ എനിക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പൊ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കോണ്ടന്റാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങളെടുത്ത് സംസാരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് പറഞ്ഞങ്ങനെ മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് 2 ആഴ്ച നേരം വെളുത്തു പോകും. അത് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോലത്തിലാണെന്ന് എനിക്കും തോന്നിയില്ല. കാരണം തനിക്കെന്താ താനും തന്റെ വീട്ടുകാരും ഞങ്ങളെ വെച്ചല്ലേ ജീവിക്കുന്നത്, ഞങ്ങളെ വെച്ചല്ലേ തിന്നുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ വായി തോന്നുന്ന വിളിച്ച് പറയുന്നുണ്ട്. എന്റെ സകലമാന വീഡിയോയുടെ സ്ക്രീൻഷോട്ടും എടുത്തിട്ട് അതിനെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഏതൊക്കെയോ വീഡിയോ പൊക്കി കാണിക്കുന്നു. ഞാൻ നോക്കിയപ്പോ വേറെ ആരുടെയൊക്കെ വീഡിയോ എന്റെ തലയിൽ വെച്ച് അങ്ങേര് സംസാരിക്കുന്നേ. അതൊന്നുമല്ല, വേറെ ആരും ചെയ്യുന്ന വീഡിയോ ഒക്കെ അതിന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള പരിപാടിയായിരുന്നു. അതങ്ങോട്ട് നടന്നില്ല. പോലീസുകാർക്ക് കാര്യം അങ്ങോട്ട് മനസ്സിലായി. അവന്റെ വീഡിയോക്കകത്ത് അവൻ ഒഫൻസീവായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂക്കകത്ത് രേണു സുധി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുൽ ബ്ലോഗ്സിന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുമെന്ന്. അപ്പൊ അതിനെതിരെ അതിൽ കേസ് കൊടുത്താലോ? അതൊരു ഒഫൻസീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. അത് മാത്രമല്ല, നിങ്ങളുടെ അയൽവാസികള് എത്രയോ ആൾക്കാർക്ക് വോയിസ് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാകത്തുള്ളൂ. അതിലുള്ള ബാക്കി കൂടെ കേൾക്കാം. വാ. എന്താണ് പാടുന്നു ഞാൻ ക്ലെയിം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ സാറിനടുത്ത് സാർ ഇതൊന്നും എന്റെ വീഡിയോ അല്ല, വേറെ ആരെങ്കിലും ചെയ്ത വീഡിയോയും കാര്യങ്ങളും കൂടിയൊക്കെ ഇങ്ങനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന പോലീസുകാർക്കും എല്ലാ സാറന്മാർക്കും കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്റെ വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കി ഞാൻ ഒരു കാര്യവും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്പോട്ടിൽ തന്നെ FIR ഇട്ട് എന്റെ പേരിൽ കേസ് എടുത്ത് എന്നെ അറസ്റ്റിലാക്കിയാണ്. കാരണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വൃത്തികേടും പറഞ്ഞിട്ടില്ല. പിന്നെ രേണുവിന്റെ അച്ഛൻ അവിടെ ഇരുന്നും കൊണ്ട് പറയുന്നു എന്റെ മോളെ ഇവൻ ചുണ്ടലി നച്ചലി എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബോഡി ഷെയിം ചെയ്തെന്നും പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു ആക്സിഡന്റ് പറ്റി എന്റെ ഫേസിൽ പ്രശ്നം പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും ഒരാളെ ബോഡി ഷെയിം ചെയ്യില്ല, അല്ലെങ്കിൽ തന്നെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്ത ചരിത്രവും. ഞാൻ സ്പോട്ടിൽ തന്നെ എന്റെ ഗ്ലാസ് ഊരിട്ട് കാണിച്ചു, സാർ എന്റെ ഫേസ് ഉണ്ട്, ഇവിടെ മൂക്കിൽ പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായ ഞാൻ മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്യോ അല്ലെങ്കിൽ ഒരാളുടെ ഫേസിനെ നോക്കിയിട്ട് ഞാൻ കളിയാക്കോ? അപ്പൊ സാറുമാർക്ക് എന്നെ കാര്യം പിടികിട്ടി, ഞാൻ അങ്ങനെ ചെയ്യും. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും അതിനൊരു ആക്സിഡന്റ് പറ്റിയ കാര്യം. അതിൽ അവന്റെ ചാനലിനകത്ത് തന്നെ അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം തരണം ചെയ്തു വന്നൊരു വ്യക്തിയാണ് അതിൽ. അങ്ങനെ ഇരിക്കുന്ന ഒരാള് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ ബോഡി ഷെയിമിങ് ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. പുറത്തുനിന്നുള്ള ആരോഗ്യം ചെയ്യുന്ന വീഡിയോ എല്ലാം കൂടെ ചേർത്ത് അതിന്റെ തലയിലോട്ട് വെച്ചേൽപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അത് അവിടെ നടന്നില്ല. പോലീസുകാർക്ക് കാര്യം മനസ്സിലായി, നൈസായിട്ട് പറഞ്ഞു വിട്ടു. രേണു സുധി തന്നെ എത്രയോ പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഷെയർ ചെയ്തേക്കുന്നു. അല്ലാണ്ട് വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നു ഞാൻ ഇവന്മാരുടെ വീഡിയോ ഒന്നും കാണത്തില്ല, എനിക്ക് അവന്മാർക്ക് വ്യൂസ് കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ കാരണം അവന്മാര് വൈറലാകണ്ട എന്നൊക്കെ രേണു സുധിയും പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് പോലീസുകാരെ കുറ്റം പറയുന്നു, ബ്ലോഗ് ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കുന്നു. അയ്യേ, വളരെ മോശം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. പോലീസുകാർ പറഞ്ഞു ഇതിനകത്ത് കേസ് എടുക്കാനായിട്ടുള്ള ഒന്നും അവിടെ അതിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരിൽ എന്തിന് കേസ് എടുക്കണം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് മീഡിയക്കാരെയൊക്കെ വിളിച്ചിട്ട് പറയുന്നിട്ടില്ലേ നമ്മളെ നേരെ ചാടി, നമ്മളെ നേരെ ചൂടായി എന്നൊക്കെ മീഡിയക്കാരുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി രേണു പറഞ്ഞിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു.
10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുതിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ പുറകെ നടക്കാൻ? ഇവനെ ആരും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു പോലീസ് എടുത്തുകൊണ്ട് ഗോവറാന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ എന്തിനാണ് ഇവർ നടക്കുന്നത്? എന്തായാലും ഇത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളോട് പറഞ്ഞ് പറ്റത്തില്ല. ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളോട് പറഞ്ഞ് പറ്റത്തില്ല. അതിനകത്ത് പറയുന്ന കേട്ടില്ലേ, നിങ്ങൾ കെട്ടുന്നതും കെട്ടാത്തേക്കാ നിങ്ങളെ ഇഷ്ടം. പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾക്ക് തീർക്കാവുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂക്കകത്ത് ഞാൻ കണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആങ്കർ നിങ്ങളുടെ ചോദിച്ചു യെസ് ഓർ നോ. അവിടെ നിങ്ങൾ ഉരുണ്ട് കളിച്ചില്ലേ. പിന്നെ ആൾക്കാർക്ക് സംശയം ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. പിന്നെ ആരും അതിനെ കുറിച്ച് ചോദിക്കാൻ വരത്തില്ലല്ലോ. അങ്ങനെ ലൈഫ് ഉണ്ട്, സൂചിച്ചാറിന് അറിയാവുന്ന ലൈഫാണ്. പിന്നെ ഇതിനകത്ത് ഈ കുത്തിപ്പൊക്കേണ്ട കാര്യം തന്നെ ഇവർക്ക് എനിക്കറിയത്തില്ല. സുധിച്ചേട്ടനും മോനും ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ കുത്തി ഇതിന് മാത്രം ഞാൻ എന്താ കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ? ഈ കടന്ന് എന്നെ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട് CBI പോലെ ഇവന്മാര്. രേണുസുതി ഇത്രയും വിഷമത്തിൽ നിന്നിട്ട് അവര് ചാടി കളിക്കുന്ന കണ്ടില്ലേ. നിങ്ങൾ കെട്ടുന്നതും കെട്ടാത്തേക്കും നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നേരെ നേരമോ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അത്യാവശ്യം നിങ്ങൾ വൈറലായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും റീച്ച് ആവുകയും ചെയ്യും. നിങ്ങളെ യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ബ്ലോഗോ ഇല്ലെങ്കിൽ വല്ല കുക്കിങ്ങോ നിങ്ങൾ വല്ല റീലോ അതോ ഇതൊക്കെ ആയിട്ട് പൊക്കോ, വല്ല ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് പൊക്കോ. പക്ഷെ ഇങ്ങനെ ഒരേ ചാനലുകാരേക്ക് വിളിച്ചിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തിട്ട് വൈറലാകാൻ നോക്കുന്നത് എന്തിനാണ്? അത് കാരണമാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആ കഴിഞ്ഞ ദിവസം ഇട്ട ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നിട്ട് ഓരോരുത്തർ കമന്റ് അടിച്ചു. നിങ്ങളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയല്ലേ കമന്റ് അടിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ആരെങ്കിലും ആണോ? അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്നവരൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. എന്ത് പറയണേ, ഇതൊക്കെ കണ്ടിട്ട് കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇവരിങ്ങനെയൊക്കെ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇവർക്ക് വേണ്ട എന്തുവാ? നെഗറ്റീവ് പബ്ലിസിറ്റി, വൈറലാകുക. എന്നിട്ട് പറയും എന്നെ വിറ്റാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്, എന്നെ വിറ്റാണ് നിങ്ങൾ കാശുണ്ടാക്കുന്നത്, എന്നെ വിറ്റാണ് നിങ്ങൾ തിന്നുന്നത്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. രേണുസുതിയും നോക്കുന്നത് വൈറലാകാൻ വേണ്ടി, നമ്മൾ നോക്കുന്നത് വൈറലാകാൻ വേണ്ടി. രേണുസുതിക്ക് പറയാൻ പറ്റിയ ഒരാളുണ്ട്, നിങ്ങളെ കൂടെ നടക്കുന്ന പ്രതീഷ് ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ പോയിട്ട് പറ. കാരണം നിങ്ങളെ വെച്ച് മുതലെടുക്കുന്നത് പ്രതീഷിന്റെ കുടുംബവും കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടില്ലേ, പ്രതീഷ് വൈറലാകാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു വോയിസിനകത്ത് ഉണ്ടായിരുന്നു നെഗറ്റീവ് കിട്ടിയാലേ വൈറലാകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെന്ന് പ്രതീഷിനോട് പറ. നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മുടെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല. കാരണം ഇവിടെയുള്ള പോലീസുകാരും എല്ലാവരും ബോധവും വിവരമുള്ളവരാ. അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവർക്ക് വിവരക്കേട് കാണിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾ അറിഞ്ഞു കണ്ടൊക്കെ പെരുമാറുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കേണ്ട ആളുകൾ തന്നെയല്ലേ. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ വൈറലായ നിങ്ങൾ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് അടിയിലോട്ട് വരും. പിന്നെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.